ഹായ്, ഞാൻ മെൽവിൻ, ഇന്റീരിയർ ഡിസൈനർ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിനോവേഷൻ പ്രൊജക്റ്റിൻ്റെ സൈറ്റിലാണ്. അപ്പോൾ നമുക്ക് ഏതുവരെ നമ്മുടെ വർക്കിൻ്റെ അപ്ഡേഷനുകൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ഏപ്രിലായി. ഒരു 4 മാസത്തോളമായി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഒരു റിനോവേഷൻ വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സമയം എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതേ സെയിം ആയിരിക്കും നമ്മൾ അവർക്ക് ഡെലിവർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഓവറോൾ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇതൊരു 3 നില എന്നുള്ള രീതിയിലാണ് ഇത് ഫ്രണ്ട് സൈഡ് നോക്കുമ്പോൾ കാണാം. ഇത് ഒരു 2 സ്റ്റോറി ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, വീടാണ്. ഇത് നമ്മളൊരു 3 നില എന്നുള്ള രീതിക്കാണ് കൺവേർട്ട് ചെയ്യണത്. അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ ഒരു നല്ലൊരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പൂരം പെരുന്നാളൊക്കെ വരുമ്പോൾ അതൊക്കെ നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുള്ളത്. ആ ബാൽക്കണിയുടെ മുകളിൽ ഒരു സൺഷെയ്ഡും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ട് ആണ് നമ്മളൊരു ആർക്കിടെക്ചറായിട്ടുള്ള രീതിയിലാണ് ഈ വർക്ക് ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ റൈറ്റ് സൈഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മുകളിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഏരിയ വരെയാണ് ഇവരുടെ വീട്. ഓൾറെഡി നമുക്ക് സൈറ്റ് നമുക്ക് കിട്ടുമ്പോണ്ടായിരുന്നത്. പിന്നെ ട്രസ് വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലോർ കൂടി നമ്മൾ ബൈസൺ പാനൽ വെച്ചിട്ട് പാനൽ ചെയ്തിട്ട് നമ്മൾ 3rd ഫ്ലോർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അപ്പർ ലിവിങ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ടെമ്പററി സ്റ്റെയർ കേസിൽ നിന്നാണ്. പക്ഷെ നമ്മൾ നോർമൽ കേസിൽ നമുക്ക് അകത്തുനിന്ന് തന്നെ ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ എൻട്രി വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് എൻട്രി ചെയ്യുക ഈ ഒരു ഡോറിലൂടെ ആയിരിക്കും. ഈ ഡോറിലൂടെ വന്ന് നമുക്ക് റൂഫ് ടോപ്പിൽ കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റെയർ വഴിയാണ് നമ്മൾ കയറുക. ഇതാണ് നമ്മുടെ പുതിയ അപ്പർ ലിവിങ് ഏരിയ. അപ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മളൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയൊക്കെ നമ്മൾ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ മൊത്തം തന്നെ നമുക്ക് ഒരു നല്ലൊരു ലാൻഡിങ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലാൻഡിങ്ങിലാണ് ഞാൻ പറഞ്ഞ നമുക്ക് പൂരം പെരുന്നാളൊക്കെ കാണാനായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലൈവുഡ് ഇട്ടിട്ടുള്ള ഈ ഒരു ഏരിയയിൽ നമ്മൾ മഹാഗണിയുടെ മരം വെച്ചിട്ടാണ് നമ്മളിവിടെ ഫ്ലോറിങ് ചെയ്യുന്നത്. ഈ സിമെൻറ്റ് പാനൽ ചെയ്ത ഈ ഒരു ഏരിയയാണ് ശരിക്കും ഇവിടെ ബാൽക്കണി വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സ്ലൈഡിങ്ങിൻ്റെ ഡോറാണ് വരുന്നത്. 8 ഫീറ്റിലുള്ള സ്ലൈഡിങ് ഡോറ് വരും. ഇവിടെയായിട്ട് നമുക്ക് ഹാൻഡ് റെയിൽ വരും ഗ്ലാസിൻ്റെ. ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ എല്ലാ വ്യൂവും നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ടോപ്പ് ഏരിയയിലൊക്കെ നമുക്ക് ACT പാനലിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ലൈറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടുന്ന വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലാൻഡിങ് ഏരിയയിൽ നിന്നാണ് നമ്മൾ ഇനി റൂഫ് ടോപ്പിലേക്ക് കയറാനായിട്ടുള്ള ആ ഒരു സ്ട്രിങ്ങർ സ്റ്റെയർ വരുന്നത്. അപ്പോൾ ഇതാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബാൽക്കണിയുടെ ടോപ്പാണിത്. ഇവിടെ നിന്നും ഒരു സ്ട്രിങ്ങർ കയറിയാലാണ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ റൂഫ് ടോപ്പിലെത്തുക. അപ്പോൾ ഈ ഒരു ഏരിയയാണ് ഈ ഒരു വീടിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഈ വീടിൻ്റെ ഡിസൈനെ മൊത്തത്തിൽ മാറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഏരിയ. ഇനിയിപ്പോൾ ഈ ടോപ്പിലൊക്കെ ആയിട്ട് നമുക്ക് ഫോൾ സീലിംഗ് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഷീറ്റ് ആണ് മുകളിൽ എന്നുള്ളത് അറിയാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇൻറ്റീരിയർ ഡിസൈനിങ്ങോട് കൂടിയിട്ടുള്ള കുറച്ച് പാനലിംഗ് ആണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ഇനി നമുക്ക് റൂഫ് ടോപ്പിലേക്ക് കയറാം.